നമസ്കാരം കൂട്ടുകാരെ. ഇന്ന് നമുക്കൊരു ചേന മെഴുക്കുവരട്ടി ഉണ്ടാക്കാം. ഓക്കെ, എല്ലാവർക്കും അറിയുന്നതാണ്. ഓണമൊക്കെ അല്ലേ, നോൺ വെജ് വേണ്ടെന്ന് വിചാരിച്ചു. അതുകൊണ്ട് ഇന്ന് ഞാൻ ഒരു ചേന മെഴുക്കുവരട്ടി ഉണ്ടാക്കാം. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്, എന്നാൽ വളരെ രുചികരമായിട്ടുള്ളൊരു സാധനം. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഇതിനകത്ത്. ഓക്കെ, അപ്പം നമുക്കൊന്ന് നോക്കാം. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും, എല്ലാവർക്കും ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ ഞാൻ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എന്തെങ്കിലും കുറ്റങ്ങളോ കുറവുകളോ ഉണ്ടെങ്കിൽ നിങ്ങളെനിക്ക് മെസ്സേജ് അയക്കാൻ മറക്കരുത് കേട്ടോ സുഹൃത്തുക്കളെ. ഈ ചേന മെഴുക്കുവരട്ടിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇതൊരു കറക്റ്റ് ഒരേ സൈസിൽ നിങ്ങൾ ഇത് ഒരു സ്ക്വയറായിട്ട് നിങ്ങൾ അരിഞ്ഞെടുക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ നമുക്കത് ആ വേവ് നമുക്ക് ബാലൻസ് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അത് നമ്മളൊന്ന് ശ്രദ്ധിക്കണം. ഓക്കെ, ഞാനിതേപോലെ സ്ക്വയറായിട്ട് ഞാൻ അരിഞ്ഞെടുക്കുന്നത്. ഓക്കെ, നിങ്ങൾ നോക്കിക്കോളൂ. ചില ഭാഗത്ത് ആദ്യം ചെറിയ ഭാഗത്തൊക്കെ വലുതാണെങ്കിൽ ഞാനതപ്പോൾ അവിടെ കുറച്ച് വലുതാക്കും, ബാക്കി അത് ബാലൻസ് ചെയ്തിട്ട് ഒരേപോലെ അരിയും. എന്ന് വെച്ചാൽ നമുക്ക് അതായത് ഇത് വെന്തളിഞ്ഞ് പോയി കഴിഞ്ഞാൽ ആ മെഴുക്കുവരട്ടിയുടെ ആ ഇതെല്ലാം അങ്ങ് മാറും. അതായത് നമ്മൾ ഈ കട്ടിങ്ങിൽ തന്നെ നമ്മുടെ ഒരു ടേസ്റ്റ് ഉണ്ടെന്നൊക്കെ പറയാറുണ്ട് പഴമക്കാർ. അതുപോലെ നോക്കൂ, ഞാനിതേപോലെ സ്ക്വയറായിട്ട് കട്ട് ചെയ്ത് വെച്ചു. ഓക്കെ, അതൊരു യൂണിഫോമായിട്ട്, അതായത് ഒരേപോലെ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് കുറച്ച് മഞ്ഞളും ഉപ്പും ഇട്ട് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് വേവിക്കാം. പിന്നെ വേറെ കുറേ ആൾക്കാർ ഇപ്പം നമുക്കിപ്പം എങ്ങനെ വേണം, ഇപ്പം നമുക്കിത് പെട്ടെന്ന് തന്നെ ചേനയല്ലേ വേഗണമെങ്കിൽ ഒരു കുക്കറിലിട്ട്, അപ്പം കുക്കറിലിട്ടൊരു 2-3 വിസിലടിച്ചൊക്കെ വരുമ്പോഴത്തേന് ചിലപ്പോൾ അത് അളിഞ്ഞു പോകും. അതായത് ഇതിങ്ങനെ സ്ക്വയറായിട്ട് തന്നെ കിടക്കണം. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ബ്യൂട്ടി, അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് ഒക്കെ തോന്നുന്നു. നോക്കൂ, നല്ലതായിട്ട് ഞാനത് വേവിച്ചെടുത്തിട്ടുണ്ട്. ഓക്കെ, ഞാൻ ആ വെള്ളം അന്ന് റിമൂവ് ചെയ്യാം. അപ്പം നമുക്കൊരു കുറച്ച് ഉള്ളിയും വെളുത്തുള്ളിയും കൂടെ നമുക്ക് ഒന്ന് ചതച്ചെടുക്കാം. നല്ലതായിട്ടൊന്ന് ചതച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് കടുക് ഇടാം. നമുക്ക് കടുക് പൊട്ടട്ടെ. നമുക്ക് ആ സമയം കൊണ്ട് ഞാൻ 2 നല്ല എരിവുള്ള പച്ചമുളകാണ് കേട്ടോ, അതും കൂടെ ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. കടുക് നമ്മളെ പൊട്ടിയിട്ടുണ്ട്. ഇനി നമ്മളുടെ വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്, സവോളയല്ല. അതൊരു 5-8 എടുത്തിട്ടുണ്ട് കേട്ടോ, കുറച്ച് വലിപ്പമുള്ളതായിരുന്നു. ഓക്കെ, അപ്പം ക്വാണ്ടിറ്റി നിങ്ങളുടെ ഇപ്പം നമ്മൾ ഈ ചേന എടുക്കുന്നതിൻ്റെ ക്വാണ്ടിറ്റി നമ്മൾ നോക്കണം. അപ്പം അത് നോക്കിയിട്ട് നിങ്ങൾ അത് ആഡ് ചെയ്യുക. ഓക്കെ, നമുക്കിത് നല്ലതായിട്ട് ഒന്ന് വഴട്ടാം. നല്ലതായിട്ട് ഇപ്പം ഈ വെളുത്തുള്ളിയുടെ അപ്പം പച്ചമുളകൊക്കെ നമുക്ക് ആഡ് ചെയ്യാം. പച്ചമുളക് ഇപ്പം 3, 4, 5 ഒക്കെ വേണമെങ്കിൽ, കുറച്ച് കറിവേപ്പില. അത് നിങ്ങളുടെ എരിവ് ഏത് രീതിയിലാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ, ഇപ്പം നമ്മളിതിനകത്ത് റെഡ് ചില്ലിയൊക്കെ നമ്മളിതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്, അപ്പം മുളക് പൊടിയൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങളുടെ ഏത് രീതിയിലുള്ള എരിവാണെന്നുള്ളത് നിങ്ങളതൊന്ന് നോക്കി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. ഈ ചേനയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ചൈൽഡ്ഹുഡായിട്ട്, മീൻസ് അതൊക്കെ നമ്മുടെ ഒരു ചെറുപ്പകാലത്തിൽ ഇപ്പോൾ 90s നമ്മൾ എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു സാധനങ്ങളാണ്. നോക്കൂ, ഞാനെന്നൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചോ, നിങ്ങൾ ഇത് നല്ല സ്ക്വയറായിട്ട് അളിഞ്ഞിട്ടില്ല. ഒരു കാരണവശാലും നമ്മൾ ഈ മെഴുക്കുവരട്ടിയൊക്കെ അഴിഞ്ഞിരുന്ന് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഒരു നമുക്കതൊരു രസം, അതൊരു ഇത് കിട്ടില്ല, അതിന് ചന്തവും കിട്ടില്ല, പിന്നെ അതിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് മാറിപ്പോവും. അപ്പോൾ
കുറച്ച് മുളക് പൊടിയും കുറച്ച് മസാലപ്പൊടിയൊക്കെ നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാം. കുറച്ച് കുരുമുളക് പൊടിയും കൂടെ കേട്ടോ. കുരുമുളക് പൊടി ഒടിക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് ടോട്ടലി ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരിതാണ്. ഇത് നമുക്ക് നല്ലതായിട്ട് അങ്ങ് വഴറ്റിയെടുക്കാം. ഓക്കെ, ഇത്രയും നേരം നമുക്ക് വഴറ്റി നോക്കൂ. അതിൻ്റെ കളറൊക്കെ നിങ്ങളൊന്ന് നോക്കി. അമേസിങ്, നല്ല ടേസ്റ്റുള്ളൊരു സാധനമാണ്. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാകും. നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റുന്നതാണ്. നിങ്ങൾ ഉറപ്പായിട്ട് ഇത് ട്രൈ ചെയ്യണം. ഓക്കെ, പിന്നെ ഒരു കാര്യം, നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, നമുക്ക് കാണാം. See you tomorrow. Thank you.